വചനമൊഴി ജൂലൈ 2. വചനഭാഗം 1 കോരിന്തോസ് 15:31-34, മത്തായിയുടെ സുവിശേഷം 14:22-33. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ജനക്കൂട്ടത്തെ പറഞ്ഞു വിടുന്നതിനിടയിൽ തനിക്ക് മുൻപേ വഞ്ചിയിൽ കയറി ഉടനെ മറുകരയ്ക്ക് പോകാൻ ഈശോ ശിഷ്യന്മാരെ നിർബന്ധിച്ചു. അവൻ ജനക്കൂട്ടത്തെ പിരിച്ചുവിട്ട ശേഷം ഏകാന്തതയിൽ പ്രാർത്ഥിക്കാൻ മലയിലേക്ക് കയറി. സായാഹ്നമായപ്പോഴും അവൻ അവിടെ തനിയെയായിരുന്നു. ഇതിനിടെ വഞ്ചി കരയിൽ നിന്നേറെ അകലെയായി കഴിഞ്ഞിരുന്നു. കാറ്റ് പ്രതികൂലമായിരുന്നതിനാൽ തിരമാലകളിൽപ്പെട്ട് അത് വല്ലാതെ ഉലഞ്ഞു. രാത്രിയുടെ 4-ാം യാമത്തിൽ അവൻ കടലിനു മീതെ നടന്ന് അവരുടെ അടുത്തേക്ക് ചെന്നു. അവൻ കടലിനു മീതെ നടക്കുന്നത് കണ്ട് ശിഷ്യന്മാർ പരിഭ്രാന്തരായി. ഇതാ ഭൂതം എന്ന് പറഞ്ഞ് ഭയനിമിത്തം നിലവിളിച്ചു. ഉടനെ അവൻ അവരോട് സംസാരിച്ചു, ധൈര്യത്തോടെ ഇരിക്കുവിൻ, ഞാനാണ്, ഭയപ്പെടേണ്ട. പത്രോസ് അവനോട് പറഞ്ഞു, കർത്താവേ, അങ്ങാണെങ്കിൽ ഞാൻ ജലത്തിനു മീതെ അങ്ങയുടെ അടുത്തേക്ക് വരാൻ എന്നോട് കൽപ്പിക്കുക. വരൂ, അവൻ പറഞ്ഞു. പത്രോസ് വഞ്ചിയിൽ നിന്നിറങ്ങി വെള്ളത്തിനു മുകളിലൂടെ നടന്ന് ഈശോയുടെ അടുത്തേക്ക് ചെന്നു. എന്നാൽ ശക്തമായ കാറ്റു കണ്ട് അവൻ ഭയന്നു. ജലത്തിൽ മുങ്ങിത്താഴാൻ തുടങ്ങിയപ്പോൾ അവൻ നിലവിളിച്ചു പറഞ്ഞു, കർത്താവേ, എന്നെ രക്ഷിക്കണമേ. ഉടനെ ഈശോ കൈനീട്ടി അവനെ പിടിച്ചുകൊണ്ട് ചോദിച്ചു, അല്പവിശ്വാസി, നീ എന്തുകൊണ്ട് സംശയിച്ചു? അവർ വഞ്ചിയിൽ കയറിയപ്പോൾ കാറ്റ് ശമിച്ചു. വഞ്ചിയിലുണ്ടായിരുന്നവർ അവനെ ആരാധിച്ചുകൊണ്ട്, സത്യമായും നീ ദൈവപുത്രനാണ് എന്ന് പറഞ്ഞു. ഈശോയിൽ സ്നേഹമുള്ളവരെ, അനേകായിരങ്ങൾക്ക് വേണ്ടി ഈശോ അപ്പം വർദ്ധിപ്പിച്ച് നൽകിയതിനു ശേഷമുള്ള സംഭവമാണ് നാം സുവിശേഷത്തിൽ നിന്ന് ശ്രവിക്കുന്നത്. അവിടുന്ന് ജനക്കൂട്ടത്തോടൊപ്പമായിരുന്നു. അവർക്ക് വേണ്ടി അപ്പം മുറിച്ച് നൽകി. തുടർന്ന് ജനക്കൂട്ടത്തെ പിരിച്ചുവിട്ടതിന് ശേഷം അവിടുന്ന് തനിയെ പ്രാർത്ഥിക്കുവാനായി മലമുകളിലേക്ക് കയറുകയാണ്. യഥാർത്ഥത്തിൽ ഒരു അജപാലകന്, ഒരു പൊതുപ്രവർത്തകന് ഉണ്ടായിരിക്കേണ്ട മനോഭാവമാണ് തിരുവചനത്തിൽ നിന്നും നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ജനത്തോടുകൂടെ ആയിരിക്കുക, അവരുടെ ആവശ്യങ്ങളിൽ അവരെ സഹായിക്കുക, അവരെ പറഞ്ഞു വിട്ടതിനു ശേഷം ഏകാന്തതയിൽ ദൈവസന്നിധിയിലായിരിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പ്രകാരം പ്രാർത്ഥിക്കുന്ന ഒരുവനാണ് സമൂഹത്തിന്റെ പ്രതികൂല സാഹചര്യം, തന്റെ കൂടെയുള്ളവരുടെ പ്രതികൂല സാഹചര്യം മനസ്സിലാക്കുവാനും അവരുടെ പക്കലേക്ക് കടന്നു വരുവാനും സാധിക്കുന്നത്. ഈശോ അവരുടെ പക്കലേക്ക് കടലിനു മീതെ നടന്നു വന്നപ്പോൾ ദൂരെ വെച്ച് ഈശോയെ കണ്ടപ്പോൾ അവർക്ക് തോന്നി ഒരു ഭൂതമെന്ന്. എന്നാൽ അവൻ വഞ്ചിയിൽ കയറിയപ്പോൾ അവൻ ദൈവപുത്രനാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. അവർ അവനെ ആരാധിച്ചു. ഈശോയെ ദൂരെ നിർത്തുമ്പോൾ നമുക്ക് തോന്നും അവനൊരു മായാജാലക്കാരനാണ്, ഭൂതമാണ്, അത്ഭുത പ്രവർത്തകനാണ്. എന്നാൽ ഈശോയുടെ കൂടെ നടക്കുമ്പോൾ, ഈശോയെ കൂടെ നിർത്തുമ്പോഴാണ് നാം തിരിച്ചറിയുന്നത് അവിടുന്ന് ദൈവപുത്രനാണ് എന്ന്. ഈശോയുടെ കൂടെ നടക്കുവാൻ, ദൈവപുത്രനായ ഈശോയുടെ കൂടെ നടക്കുവാൻ, അവിടുത്തെ അനുഭവിക്കുവാൻ, അവിടുന്ന് ശാന്തമാക്കുന്ന ജീവിതം, അവിടുന്ന് ആടിയുലയുന്ന ജീവിതത്തെ ശാന്തമാക്കുന്നവനാണ്. ഈശോയെ നമ്മളാകുന്ന വഞ്ചിയിൽ കയറ്റി യാത്ര മുന്നോട്ട് പോകുവാൻ നമുക്ക് പരിശ്രമിക്കാം. അവിടുന്ന് കൂടെയുള്ളപ്പോൾ ഭയപ്പെടേണ്ട, ധൈര്യമായി മുന്നോട്ട് പോകാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.